ആദ്യകാലങ്ങളിലെ ഓട്ടോമൊബൈൽ ചരിത്രം കാറുകളുടെ ചരിത്രത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടുന്നു. അവർ വലുതും ചെറുതുമായ രീതിയിൽ അതിന്റെ വികസനത്തിന് സംഭാവന നൽകി. നമുക്കറിയാവുന്ന ഓട്ടോമൊബൈൽ ക്രൂഡോയിൽ നിന്നാണ് ആരംഭിച്ചത്. എന്നാൽ നിരവധി ആളുകളുടെ അർപ്പണബോധമുള്ള ജോലികൾ കാരണം ഡിഗ്രികളുടെ പരിവർത്തനത്തിന് വിധേയമായ മെഷീനുകൾ 100,000-ത്തിലധികം പേറ്റന്റുകൾ ആധുനിക ഓട്ടോമൊബൈൽ സൃഷ്ടിച്ചതായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും വഴിയിൽ സംഭവിച്ച പല ആദ്യത്തെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തെ 1867 ബെൻസ് കാർ. സ്റ്റേഷണറി ഗ്യാസോലിൻ എഞ്ചിൻ ഒരു സിലിണ്ടർ ടു സ്ട്രോക്ക് യൂണിറ്റ് ആയിരുന്നു. അത് 1879 പുതുവത്സര രാവിൽ ആദ്യമായി പ്രവർത്തിച്ചു. എഞ്ചിൻ ഉപയോഗിച്ച് ബെൻസ് വാണിജ്യപരമായി വളരെയധികം വിജയിക്കുകയും തന്റെ സ്വപ്നത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്തു. എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭാരം കുറഞ്ഞ കാർ സൃഷ്ടിക്കുന്നു. അതിൽ ഷാസിയും എഞ്ചിനും ഒരൊറ്റ യൂണിറ്റ് രൂപീകരിച്ചു. 1885 പൂർത്തിയായ 2 സീറ്റുള്ള വാഹനത്തിന്റെ പ്രധാന സവിശേഷതകൾ പിന്നിൽ തിരശ്ചീനമായി സ്ഥാപിച്ചിരിക്കുന്ന കോമ്പാക്ട് ഹൈ സ്പീഡ് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ, ട്യൂബുലാർ സ്റ്റീൽ ഫ്രെയിം, ഡിഫറൻഷ്യൽ, 3 വയർ സ്പോക്ഡ് വീലുകൾ. എഞ്ചിൻ ഔട്ട്പുട്ട് 0.75 കുതിരശക്തി, 5 കിലോവാട്ട് ആയിരുന്നു. വിശദാംശങ്ങളിൽ ഒരു ഓട്ടോമാറ്റിക് ഇൻടേക്ക് സ്ലൈഡ്, നിയന്ത്രിത എക്സ്ഹോസ്റ്റ് വാൽവ്, സ്പാർക്ക് പ്ലഗോടുകൂടിയ ഉയർന്ന വോൾട്ടേജ് ഇലക്ട്രിക്കൽ വൈബ്രേറ്റർ ഇഗ്നിഷൻ, വാട്ടർ, തെർമോസിഫോൺ ബാഷ്പീകരണ കൂളിംഗ് എന്നിവ ഉൾപ്പെടുന്നു. രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്യും 0.1895 ബെൻഡൺ ഹാർബർ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ. ഈ ബെൻഡൺ ഹാർബർ അമേരിക്കൻ ഓട്ടോമൊബൈൽ വികസനത്തിന്റെ പയനിയർ കാലഘട്ടത്തിൽ നിന്ന് അതിജീവിച്ച അപൂർവമാണ്. 1895 ചിക്കാഗോ ടൈംസ് ഹെറാൾഡ് റേസിൽ മത്സരിക്കുന്നതിനായി ഇത് രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു. ബെൻഡൺ ഹാർബർ എന്നത് 1896 ജനുവരി 31 ഗ്യാസോലിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വണ്ടി നിർമ്മിക്കുന്നതിനായി എഞ്ചിൻ ഡിസൈനർ വില്യം വർത്തുമായി സഹകരിച്ച് ലൂയിസിന്റെയും ആൽബർട്ട് ബൗഷ്കയുടെയും സഹോദരങ്ങളായ ലൂയിസിന്റെ സൃഷ്ടിയാണ്. വർത്തിന്റെ 2 സിലിണ്ടർ എഞ്ചിൻ 7.5 കുതിരശക്തി. റിപ്പോർട്ടുണ്ട്. മണിക്കൂറിൽ 5 മൈൽ വേഗതയിൽ യാത്ര ചെയ്തു. ടില്ലർ സ്റ്റിയറിംഗ് നൽകിയത് ഒരുപക്ഷെ കുറച്ച് വേഗതയുള്ളതായി തോന്നി. എന്നിരുന്നാലും എഞ്ചിന് കുറവുള്ളത് ആന്തരിക ലൂബ്രിക്കേഷനായിരുന്നു. ഇത് പിസ്റ്റണുകൾ മെക്കാനിക്കൽ പരിമിതികളുണ്ടായിരുന്നിട്ടും കമ്പനി ബെൻഡൺ ഹാർബർ മോട്ടോർ കാരേജ് കമ്പനിയായി ഉൽപ്പാദനം ആരംഭിക്കാൻ പദ്ധതിയിട്ടിരുന്നു. പകരം എൽവുഡ് ഹെയ്ൻസിന് വിറ്റു. പിന്നീട് ഇന്ത്യാന ആസ്ഥാനമായുള്ള ഹെയ്ൻസ് ഓട്ടോമൊബൈൽ പുറത്തിറക്കും.